ചൂടിൽ വെന്തുരുകി കേരളം. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പും നിലനിൽക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും KB ശ്യാമപ്രസാദ് ശരിയാണ്. ശ്യാം, ഇപ്പോൾ തന്നെ കൊടും ചൂടാണ്, അസഹനീയമായ ചൂടാണ്. വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് കൂടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്, അല്ലേ? സുരേഷ്, ഈ മണിക്കൂറുകളിലും തിളച്ചുമറിയുന്ന ഒരു ചൂട് തന്നെയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. പ്രധാനമായും 12 ജില്ലകൾ മാത്രം ഇപ്പോൾ താപനില ഉയർന്നു തന്നെയാണ് നിലനിൽക്കുന്നത്. ഇടുക്കിയും വയനാടും ഒഴിച്ചുള്ള ജില്ലകളിലാണ് ഇത്തരത്തിൽ താപനില കൂടുതൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും ഒപ്പം കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ താപനിലയിൽ മാറ്റമുണ്ടാകും, ഉയർന്ന താപനിലയിലേക്ക് മാറുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനവും മുന്നറിയിപ്പും കൂടിയുള്ളത്. പ്രധാനമായും മറ്റ് ജില്ലകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂർ, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട്, തിരുവനന്തപുരം, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ 37 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയർന്നിരിക്കുകയും ചെയ്യുന്നത്. ഈ താപനിലയിലെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മാറ്റമുണ്ടാകും. എന്നാൽ ഇപ്പോൾ വളരെ ശാശ്വതമായൊരു താപനില നിലനിൽക്കുന്നത് ഇടുക്കിയും വയനാടും മാത്രമാണ്. ഇവിടെ മാത്രമാണ് താപനിലയിൽ അല്പം നേരിയ ആശ്വാസമുള്ളത്. എന്തായാലും ഈ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ കൂടിയുണ്ട്. പ്രധാനമായും അനാവശ്യ സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങരുത്, അത്തരത്തിൽ നിർജ്ജലീകരണം അടക്കം തടയുന്നതിനുള്ള മുന്നറിയിപ്പുകളെല്ലാം സ്വീകരിക്കണമെന്നുള്ള, കരുതലും സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും സൂര്യാഘാതമടക്കമുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നു പോകുന്നത്. അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ വേണം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ താപനിലയുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വകുപ്പും ആരോഗ്യവകുപ്പും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഈ താപനിലയിലെല്ലാം തന്നെ വ്യത്യാസമുണ്ടാകുകയും ചെയ്യും. സുരേഷ്.